ശക്തമായ മഴയെ തുടർന്ന് ആറ്റുതീരവും സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഭീതിയിലാണ് ആലപ്പുഴ ചെങ്ങന്നൂർ പത്താം കടവ് പ്രദേശവാസികൾ. വഴി നടക്കാനും വാഹനങ്ങൾ കടന്നുപോകാനും കഴിയാത്ത വിധം പുതുവഴി ഇല്ലാതായി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പത്താം കടവ് നിവാസികളുടെ ആവശ്യം. 26 വർഷം മുൻപാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. 2018 മഹാപ്രളയത്തിൽ കാര്യമായ ബലക്ഷയം സംഭവിച്ചെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയില്ല. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തതോടെ ഭിത്തിയുടെ ഭൂരിഭാഗവും ആറ്റിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം പ്രദേശത്തെ പൊതുവഴി ഇല്ലാതായി. 26 വർഷം മുന്നേ ഈ പിച്ചിങ് കെട്ടിയതാണ്. അത് മേളോട്ട് കെട്ടിത്തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ MLAയ്ക്കും ഇറിഗേഷൻ വകുപ്പും എല്ലാം ഇത് കൊടുത്തതാണ്. ഇപ്പോൾ ഇന്നലത്തെ മഴയോടുകൂടി ഈ പിച്ചിങ് സൈഡ് മൊത്തം ആറ്റി ഇടിഞ്ഞു പോയി. അത് ഇതുവഴിയാണെങ്കിൽ പിള്ളേരും സ്കൂൾ പിള്ളേരും എല്ലാവരും ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. ഇപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഏത് സമയം ഉള്ള ഈ സ്ഥലം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞു പോകും. ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. വിഷയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. ബ്ലോക്ക് പഞ്ചായത്തോട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആസ്തി ഇതിൽ നടക്കത്തില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും വേഗം സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് ഓട്ടോറിക്ഷകൾക്കെങ്കിലും കടന്നുപോകാൻ പറ്റുന്ന രീതിയിൽ വഴി നവീകരിക്കണമെന്നാണ് പത്താംകടവ് നിവാസികളുടെ അടിയന്തര ആവശ്യം. 6 വീട്ടുകാർ മൊത്തം ഇതുവഴിയാണ് പോകുന്നത്. പിന്നെ അങ്ങ് ഈ റോഡിനപ്പുറമുള്ള ആൾക്കാരും എളുപ്പത്തിന് ഇതുവഴി പോകും. അങ്ങനെ പോയി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീടും വെള്ളത്തിൽ പോകുമെന്നുള്ള പേടിയുണ്ട്. ഇപ്രാളവും പരവേശവും എന്തൊക്കെയോ അസ്വസ്ഥതയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇതെങ്ങനെയും ഒന്ന് കെട്ടിത്തരണമെന്ന് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇറിഗേഷൻ വകുപ്പ് എന്നിവിടങ്ങളിൽ പലതവണ പരാതി നൽകിയെങ്കിലും അളവെടുപ്പുകൾ മാത്രമാണ് നടന്നത്. കാലവർഷം ഉടനെത്തുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴയുകയാണിവർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.